ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളി ഈജിപ്ഷ്യൻ ഡെസേർട്ടായ സ്വീറ്റ് ലെബനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എവിടെയാണ്, എന്തൊക്കെയാണ്, ഇതിന്റെ റേറ്റുകൾ എത്രയാണ്, നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടെ വരാൻ പറ്റുമോ എന്നുള്ള പല ഡൗട്ടുകളും പല ആളുകൾക്കുണ്ട്. എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അതിന്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ തീരും. ഫ്രണ്ട്സിന്റെ കൂടെ, ഫാമിലിന്റെ കൂടെ, അതുപോലെ തന്നെ മറ്റ് സ്കൂൾ ട്രിപ്പുകളാവട്ടെ, എന്തായാലും ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് മസ്റ്റ് എൻജോയ് ചെയ്തിട്ട് പോവട്ടോ. എന്തായാലും നിങ്ങളെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റ് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റംസ് ആണ് ഈ ഒരു സ്വീറ്റ്സ് ലബനി എന്ന് പറയുന്നത് കേട്ടോ. ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ്. പല വെറൈറ്റി ടേസ്റ്റിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതും പറയുകയാണെങ്കിൽ ഇത് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു രസം എന്താണെന്നുള്ളത് പറയാൻ നമുക്ക് കഴിയുള്ളൂ കേട്ടോ. സംഭവം നമ്മൾ അവിടെ പോയിട്ട് ഇത് കഴിച്ചു നോക്കി, എന്താ പറയാ, ഒന്നൊന്നിന് മെച്ചം. എങ്ങനത്തെ ടേസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് ടേസ്റ്റുകളൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയൂല അല്ലെ. കണ്ടില്ലേ, ഓരോരുത്തരും ഇങ്ങനെ കഴിക്കുന്നു. നമ്മൾ അവിടെ അവരെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഇങ്ങനെ പറയണ അടിപൊളിയാണ്. പക്ഷെ അതവർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ, കുട്ടികളൊക്കെ എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് ആക്ര കൂട്ടാൻ കേട്ടോ. അപ്പൊ ഇതിന്റെ അടിയിൽ ഞാനും ഒന്ന് എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കലുണ്ടായി. സംഭവം ഒന്നും പറയല്ല കേട്ടോ, അടിപൊളിയാണ്. കാരണം ഇത് എന്തിന്റെ ഒരു ഫ്ലേവർ ആണ് എന്നുള്ളതും കൂടി നമുക്ക് പറയാൻ കഴിയുന്നില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ചേട്ടന്മാരാണെങ്കിൽ നല്ലോണം എടുത്ത് വാരി കഴിക്കണുണ്ട് കേട്ടോ. എന്നിട്ട് ഷുഗർ ഉണ്ട് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് ഷുഗർ, ഇതൊക്കെ കാണുമ്പോ ഷുഗറൊക്കെ പമ്പ കടക്കൂട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഈ ചേട്ടൻ പിന്നെ കയ്യനാക്കി കൊണ്ട് തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ കളിയാക്കിയായിരുന്നു, ജസ്റ്റ് വെറുതെ കേട്ടോ. അപ്പൊ ഇത് മാംഗോ ഒക്കെ കട്ടാക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ലെബൻ ആണ്. പല 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 പേരുകളൊക്കെ ഉണ്ട്. പേരൊക്കെ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എടുത്ത് പറയാൻ കഴിയില്ല. അതിന്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് വെക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും സംഭവം തന്നെയാണ് ഈ ഒരു സ്വീറ്റ് ലെബൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മളെ കേരളത്തിലൊന്നും ഇത് എല്ലാ സ്ഥലങ്ങളിലൊന്നും ഇല്ല, മിക്ക സ്ഥലങ്ങളിൽ മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് ഐറ്റംസ് ചൈനക്കാരതാവട്ടെ അല്ലെങ്കിൽ അറേബ്യൻ ഫുഡ്സുകൾ പലതാവട്ടെ നമ്മൾ കഴിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു സ്വീറ്റ്സ് നമ്മൾ ആദ്യമായിട്ടായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ചെക്കന്മാരൊക്കെ കണ്ടില്ലേ, ഒരേ പൊളിയാണ് കേട്ടോ. കോരണോ തിന്നണോ ഫീഡ്ബാക്ക് ചോദിക്കണ സമയത്ത് പറയുന്നത് നല്ല അടിപൊളിയാണ്. എങ്ങനെ പറയണം, എന്നാലും ഇത് ഇല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ കഴിക്കാൻ കിട്ടും നിങ്ങൾ വിചാരിക്കണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് തന്നെയല്ലേ ഇവരൊക്കെ കഴിക്കാൻ കിട്ടുന്നത്. അത് മാത്രം ചിന്തിച്ചാൽ മതി. എന്തായാലും ഇവര് ഈ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. ട്രെയിനറാണ്. അപ്പൊ ഇവിടുത്തെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തർ ഇതാ കഴിച്ച് വീഴാൻ പോകണം കേട്ടോ. അതൊന്നും നോക്കണമെന്നില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് പറയണത് കേട്ടോ. എന്തായാലും അവിടെ നിന്ന് കഴിക്കണോലും ഇരുന്ന് കഴിക്കണോലും ഓൽക്കൊക്കെ പറയാനുള്ളത് അടിപൊളിയാണ്, അടിപൊളി അടിപൊളി അടിപൊളി. അതായത് ഇവർക്കൊന്നും പറയാല്ല, ഓരോരുത്തർക്കും ഓരോരോ ഡിഷ് കിട്ടുക, ആ ഡിഷും കൊണ്ട് ഓടുകയാണ് കേട്ടോ. കാരണം ഇത് തിന്ന് തീർക്കും വേണമല്ലോ. നല്ല രസമായിരുന്നു സംഭവം. അവിടെ നൈറ്റിലായിരുന്നു നമ്മൾ ഏകദേശം പോയിട്ടുണ്ടായിരുന്നത്. ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 7 മണിയൊക്കെ ആവുന്നോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കാം. ഹോം ഡെലിവറി കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇല്ല. അവിടെ പോയിട്ട് നമ്മൾ ഇരുന്ന് കഴിക്കാം. പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ റിവ്യൂ നമ്മൾ അവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൂടി ഇത്തിരി സന്തോഷമാവും. എന്തായാലും ഇതിൽ യാതൊരു വിധ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഷുഗർ പേഷ്യന്റിന് കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരിത് സെറ്റാക്കിയിട്ടുള്ളതും. എന്തായാലും ഇത് കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. ആ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഇതൊരിക്കലും കേക്കാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ, കേക്കൊന്നുമല്ല. പക്ഷെ നമുക്ക് കാണുമ്പോഴൊക്കെ അങ്ങനെയാണ് നമുക്ക് തോന്നുക, ക്രീം കേക്കാണ് അല്ലെങ്കിൽ ഒരു കേക്ക് രൂപത്തിലാണ് എന്നുള്ളതൊക്കെ തോന്നും. എന്തായാലും കഴിച്ചു നോക്കണം, അപ്പൊ തന്നെ അതെന്താണ്, അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്. എന്തായാലും അവിടെ അത്ര ജനങ്ങൾ കൂടിയിട്ട് ആരും അല്ലെങ്കിൽ ഇത് രസമല്ല, അതില്ലെങ്കിൽ അത് രസമല്ല, അങ്ങനെ നമ്മൾ അങ്ങനെ അല്ലല്ലേ വിചാരിച്ചത്, അങ്ങനെയൊന്നും ആരും ഇവിടെ പറയുന്നില്ല കേട്ടോ. പിന്നെ എന്ന് പറയുന്നത്
യാതൊരു കൃത്രിമവും ഇല്ലാതെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ അവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വിചാരിക്കും ഈജിപ്തിലത്തെ ഒരു ഡിഷ് ആവുമ്പോൾ ഇത് നമുക്ക് ഇവിടെ നാട്ടിൽ ഇഷ്ടപ്പെടും, അത് അവരെ ബ്രോ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാല് നമ്മള് ഒരുപാട് ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കണ്ടില്ലേ, നമ്മള് ഫുഡിൽ റൈസിലാവട്ടെ അല്ലെങ്കിൽ സ്വീറ്റ്സിലാവട്ടെ മറ്റു തരത്തിലാവട്ടെ നമ്മൾ പല സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ആക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ നമുക്ക് പലത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല ഫീലാണ് നമുക്ക് വരലില്ലേ. ഫുഡിന്റെ ഐറ്റംസ് ആവട്ടെ അല്ലെങ്കിൽ ഡ്രസ്സ് ആവട്ടെ അല്ലെങ്കിൽ ഫോൺ ആവട്ടെ എന്താണെങ്കിലും. അപ്പോൾ ഇത് ഞാനൊക്കെ വിചാരിച്ചിരുന്നു ഇതൊരു ഈജിപ്ഷ്യൻ ഡിഷേർട്ട് ആവുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാളിച്ചല്ല, എന്താ പറയാ, നമുക്ക് കഴിക്കുമ്പോൾ എന്തെങ്കിലും ടേസ്റ്റിന് എന്തെങ്കിലും മാറ്റം വരുമോ, ഇതൊക്കെ നമുക്ക് പിടിക്കുവോ, രസം ഉണ്ടാവോ എന്നുള്ളതൊക്കെ. പിന്നെ സ്വീറ്റ്സ് ആണ്, മധുരം ഉണ്ടാവും, സംഭവം ശരിയാണ്, ഓക്കെയാണ്. പക്ഷെ അങ്ങനൊന്നും തോന്നണില്ല കേട്ടോ. ഇത് എന്താ പറയാ, ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ടായിരിക്കാം. അതുമാത്രല്ല നമുക്ക് പറ്റാത്തൊരു ചൊവ്വ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊന്നും നമുക്കിത് ഫീൽ ചെയ്യണില്ല എന്തായാലും. പിന്നെ ഇത് എന്തിന്റെ ഒരു ഫ്ലേവറാണ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനും അറിയൂല. കാരണം അങ്ങനെ അജാതി പൊളി ഐറ്റംസ് ആണെന്ന് പറയട്ടോ. അപ്പം ഇതൊക്കെ പുള്ളി കുത്തുന്നു, മെഹന്തി ഡിസൈൻ പോലെ ചെയ്യുന്നു, അത് അങ്ങോട്ട് വരക്കുന്നു ഇങ്ങോട്ട് വരക്കുന്നു. നല്ല അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ ഒരു നമുക്കുമായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പിന്നെയും പറയാനുള്ളത്, ഇത് നമ്മളെ കേരളത്തിലും പറയണത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത് അങ്ങനെ അവൈലബിൾ അല്ല. പല പല സ്ഥലങ്ങളിൽ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടതാനും. എന്നാലും ഇത് മസ്റ്റായിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എന്തെല്ലാം നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നടത്തണ്ടല്ലേ. അപ്പൊ ഇതുപോലെ ഒരു ദിവസം നമ്മളവിടെ അടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് പോയിട്ട് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളായിട്ടോ ഒക്കെ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി ഇത് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ കാണുന്ന ആളുകൾ എന്തായാലും ഇത് കഴിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അതിന്റെ ഫീഡ്ബാക്കും കൂടി നിങ്ങളൊന്ന് അറിയിക്കട്ടോ. പിന്നെ ഇവിടെ പറയുന്നത് ഇവിടെ നമുക്ക് ഇഫ്താർ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളും കാര്യങ്ങള് ഹോളാവട്ടെ, അതുപോലെ നിസ്കാര ഹാള് ലേഡീസിന് അതുപോലെ ജെന്റ്സിന് അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിലൊന്ന് പറയാണ്. കാരണം ആ ഭാഗങ്ങളൊന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല. ഇതിന്റെ ചെറിയൊരു മൂല മാത്രമാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ്സ് ലബിന് ഈ ഭാഗം തയ്യാറാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ഇവിടെ നല്ല അടിപൊളി സെറ്റപ്പും കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ വരാത്ത ആളുകളുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും അതുപോലെ സ്കൂളിൽ നിന്നാവട്ടെ കോളേജിൽ നിന്നാവട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടികൾ, ഇപ്പോൾ നമ്മൾ കോളേജിലത്തെ എന്തെങ്കിലും പരിപാടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രണ്ട്സുകളായിട്ടുള്ള മീറ്റപ്പ് കാര്യങ്ങൾ, ബർത്ത്ഡേ പാർട്ടി, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും അവിടെ ചെയ്യാട്ടോ. നമുക്കുള്ള റൂംസ് കാര്യങ്ങൾ, ഹോള്, ടോയ്ലറ്റ്, നമ്മളെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ, ഇത് എല്ലാം അവിടെ അവരൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താ പറയാ, നല്ല ആംബിയൻസോട് കൂടിയിട്ട് നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, കുറെ കഴിച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് ഇരിക്കുന്ന ആളുകളാണ് കേട്ടോ. നമ്മൾ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു 10 ആളുകൾ ഉണ്ടായിരുന്നു, യൂട്യൂബേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയൊന്നും അല്ല, അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ലൊക്കേഷൻ നിങ്ങൾ മറക്കണ്ട, നമ്മളെ വാണിയമ്പലം ആണ് ഇത് സ്ഥലം. കസാവേ പാരഡൈസ് എന്ന് പറയുന്നത്. ഞാൻ നമ്പർ താഴെ കൊടുക്കാം.